ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓവർടേക്കർ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമുക്ക് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ അകത്ത് പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷനിൽ കാര്യമായിട്ട് വന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെസേർട്ട് മാപ്പിൽ 2-3 എക്സ്ട്രാ പ്ലേസസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 കാറുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നമ്മളതൊരു 4 കാർ നമ്മളിപ്പോൾ മേടിച്ചിട്ടിട്ടുണ്ട്. ബാക്കി വന്ന ഒരു കാർ ഏതാണെന്ന് വെച്ചാൽ കിയ സ്റ്റിങ്ങറാണ്. അല്ലാത്തതൊക്കെ നമ്മൾ മേടിച്ച്. കിയ സ്റ്റിങ്ങർ എനിക്ക് അത്ര പറ്റിയില്ല. അപ്പോൾ ലാൻഡ് ക്രൂയിസറും BMW 7 സീരീസ്, ഫെറാറി F40, ഒരു ഓഡി RS2 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് BMW i7ഉം ലാൻഡ് ക്രൂയിസറുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാൻഡ് ക്രൂയിസർ എടുത്ത് പോകാം. അപ്പോൾ ബാക്കി വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓഡി RS2, നമ്മളതിലുണ്ട്, ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു ഫെറാറി F40 ഉണ്ട്, അത് അപ്പുറത്ത് അവിടെ ആണ്. ഓക്കെ, ലാസ്റ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 7 സീരീസ്. ഇതാണ് കിയ സ്റ്റിങ്ങർ GT. ഇതിനോട് എനിക്ക് അത്ര താല്പര്യമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ലത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫെറാറി എടുക്കാം. ഫെറാറി ആൻഡ് ഓഡി RS2 നമ്മൾ നാളെയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7 സീരീസും ലാൻഡ് ക്രൂയിസറും ആയിരിക്കും. പിന്നെ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഡ്ജിൻ്റെ റാം ട്രക്ക് ഉണ്ട്. അതിനൊരു സൂപ്പർ ചാർജർ എൻജിനൊക്കെ സൗണ്ട് മാറ്റിയിട്ടുണ്ടാറ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ LC100ഉം എടുത്താണ് ഇപ്പോൾ പോകേണ്ടത്. ഇതാണ് നമ്മുടെ റാം ട്രക്ക്. ഹെഡ്ലൈറ്റ് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ LC എടുത്തൊന്ന് ഇറങ്ങാം. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ LC എടുത്ത് ഇറങ്ങാം. ഈ വണ്ടിക്ക് തീരെ പവർ പോരാ. നമുക്കപ്പോൾ പവറൊന്ന് കൂട്ടിയിട്ട് വരാം. അത്യാവശ്യം നല്ല പണിയെടുക്കാം. നമുക്ക് ആദ്യം വീക്കൽ എഞ്ചിനാക്കണം വണ്ടി. ഓക്കെ, ഫാസ്റ്റ് ഗിയർ ബോക്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മൊത്തം ട്യൂൺ ചെയ്യുക. എക്സോസ്റ്റ് ഞാൻ മാറ്റുന്നില്ല ഇപ്പോൾ. അതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാറ്റുന്നില്ല. വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ മാറ്റാം. കഴിഞ്ഞ് നമുക്ക് എൻജിൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഡെസേർട്ടിൽ ഇറങ്ങി നോക്കാം. കഴിച്ചാൽ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. വണ്ടി വേറെ ലുക്ക് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് ജസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കാം. ചെറിയൊരു ലാഗുണ്ടോ സാറില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻജിനൊക്കെ മാറ്റിയ സ്ഥിതിക്ക് അത്യാവശ്യം പവറൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓടിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 7 സീരീസ് ഓടിക്കാനുള്ളതാണ്. വണ്ടി പോകുമ്പോൾ ഒരു വലിയൊരു ഭയങ്കര സൈസൊന്നും എനിക്ക് തോന്നുന്നില്ല. ഗെയിമിൻ്റെ അനുസരിച്ചാണ്. പക്ഷെ ഇത് ഓടിക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വണ്ടി എടുത്ത് ഡെസേർട്ട് മാപ്പ് ഒന്ന് നോക്കി നോക്കാം. പുതിയ അപ്ഡേറ്റിൽ വന്നു. ഇനി ഹഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹഡൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് ഓടിച്ച് നോക്കാം. വണ്ടി പവറാണ്, അത്യാവശ്യം നല്ല പവറുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓഡി RS2ഉം പിന്നെ ഫെറാറി F40 ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ റാം ട്രക്ക് എടുത്തിട്ട് ഇതിൽ കൂടെ ഒക്കെ നമ്മൾ വന്ന് ഈ മാപ്പ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. ഇതുവരെ ചെയ്യാത്തതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളൊരു പുതിയ ക്രൂവിൽ ചേർന്നിട്ടുണ്ട്. ഡ്രാഗ് ടൈറ്റൻസ് എന്നാണ് നമ്മളെ ക്രൂയുടെ നെയിം. മെസ്സേജ് അയക്കുന്നത്. ഒക്കെ ഈ ക്രൂവിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ DM ചെയ്താൽ ഞാൻ റിപ്ലൈ ഒക്കെ തരാം. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് DM. നമ്മുടെ ക്രൂവിൽ നവാൻഡോ ഒക്കെ ഉള്ളൊരു ക്രൂ ആണ്. അത്യാവശ്യം നല്ല ക്രൂ ആണ്. ആളുകളൊക്കെ അത്യാവശ്യം നല്ല കമ്പനിയാണ്. നല്ല വൈബ് ക്രൂ ആണ് ഗൈസ്. ഇനി എല്ലാവരുടെയും അപ്ഡേഷനൊന്നും ശരിയായാൽ നമുക്ക് മീറ്റപ്പൊക്കെ നടത്താനുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ക്രൂവിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് DM ചെയ്താൽ മതി.
ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് റൂൾസ് ഉണ്ട്, ഞാൻ DM ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ തരുമ്പോൾ പറയാം. ഓക്കെ, നമ്മൾ വണ്ടി ഒന്ന് ടയർ മാറ്റിയിട്ട് അപ്പോൾ ഞാൻ അധികം ലാഗൊന്നും അടിക്കുന്നില്ല. എനിക്ക് ബാക്ക് അടിച്ച് 7 സീരീസ് എടുത്ത് പോവാം. നമുക്ക് 7 സീരീസ് എടുത്തിട്ട് നമുക്ക് സിറ്റി 2-ലൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഓഫ് റോഡിലൊന്നും പറ്റാത്തൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് സിറ്റി 2-ൽ പോവാം. അടുത്ത വീഡിയോയിൽ ഓഫ് റോഡ് ഈ ഒരു ഡെസേർട്ട് ചെക്ക് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഈ റാം ട്രക്കാണ്. അതാകുമ്പോൾ അത്യാവശ്യം ഓഫ് റോഡും പോകാം, നമുക്ക് അതിൻ്റെ വന്ന ചേഞ്ചസൊക്കെ ഒന്ന് അറിയാനും പറ്റും. അപ്പോൾ നമുക്ക് 7 സീരീസ് എടുത്തിട്ട് ഇറങ്ങാം. വണ്ടിയിൽ നമ്മൾ BMW ലോഗോയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ലോഗോ ട്യൂട്ടോറിയലായിട്ട് വരുന്നതാണ്. ഓക്കെ, സംഭവം നമ്മളെ BMW എടുത്ത് നമുക്ക് സിറ്റി 2-ൽ സ്പോൺ ചെയ്യാം. ഓക്കെ, സിറ്റി 2 ഹൈവേയാണ്, നമ്മുടെ സിറ്റി 2 മതി ഗൈസ്. നമുക്ക് ഏതായാലും നമ്മുടെ വീട് വരെ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ലോഡിങ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി വരും. ഓക്കെ, വണ്ടിയുടെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വേറെ ടൈപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം, വണ്ടികളൊക്കെ സ്പോൺസർ ചെയ്ത് നമ്മുടെ ഒരു ചങ്കാണ്, നമ്മുടെ ക്രൂ മെമ്പർ തന്നെയാണ്. ക്രൂവിൻ്റെ ലീഡറാണ് നമുക്ക് ഈ വണ്ടി തന്നത്. ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് ഉള്ളു. പണ്ടത്തെ ആ ഒരു BMൻ്റെ ലുക്ക് വരുന്നില്ല. എനിക്ക് ഈ ചെറിയ ഹെഡ്ലൈറ്റൊന്നും അത്ര ഇതില്ല, പക്ഷേ വീഡിയോ എടുക്കാനാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. പഴയ ആ ഒരു ലുക്ക് ഇപ്പോൾ വരുന്നില്ല, ആ BMWൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക്. നമുക്ക് നമ്മുടെ വീഡിയോ വരെ വണ്ടി ഓടിച്ചു നോക്കാം. പക്ഷെ കുഴപ്പമില്ലാത്ത പവറുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാണ് എൻജിനൊക്കെ. ഓക്കെ, ചാർജ് ഒരു ഇഷ്യൂ ആയതാണ്. സാർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, ആ ക്രൂവിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ തന്നെ ആഡ് ചെയ്തോളാം. ഓക്കെ, നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്നും നമ്മൾ നോക്കിയില്ല. ഓക്കെ, ലാൻഡ് ക്രൂസറിൻ്റെ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയിലൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വണ്ടിയുടെ ഇൻറ്റീരിയർ അത്യാവശ്യം ഓക്കെ ആണ്. ഓക്കെ ഗൈസ്, നമ്മുടെ മാപ്പൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ വരുന്നുണ്ട്, അത് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ BMW X7-ലും നല്ലൊരു ഫീച്ചറാണത്. വേറെ അധികം വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം അടുത്ത് വന്ന ഫീച്ചറാണ്. ഓക്കെ, നമ്മുടെ ഗെയിമിൽ അപ്ഡേഷന് ശേഷം വന്നതായിരിക്കണം. ഓക്കെ, നമുക്ക് വീട്ടിലെത്താറായിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കാണുമ്പോൾ നമ്മുടെ ടൊയോട്ടൻ്റെ അൾട്ടീസ് ക്യാമറയുടെ ഒക്കെ ഒരു സ്റ്റിയറിംഗ് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ സ്പോർട്ട് സ്റ്റിയറിംഗിന് കുറച്ച് ഡിഫറെൻ്റ് ആണിത്, ബട്ട് വലിയ മാറ്റമൊന്നുമില്ല. കേസ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കേസ് നമ്മുടെ വണ്ടി നിർത്താം, ബാക്ക് എടുത്തിടാം. ഓക്കെ, വണ്ടി ഒന്നും കൂടി ബാക്ക് എടുത്തിടാം. നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് വന്നപ്പോൾ ഒന്ന് തട്ടിയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതിൻ്റെ കാർ കളക്ഷനാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇപ്പോൾ തന്നെ വരും, കാരണം ആ വീഡിയോ എടുത്തിട്ടുണ്ട് ബട്ട് ഡബ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു യൂട്യൂബറെ വണ്ടിയൊക്കെ എടുത്തിട്ട് മോഡിഫൈ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഇതാണ് നമ്മുടെ വണ്ടി. ഞാനൊരു മെയ്ബാക്കിൻ്റെ ഒക്കെ ഒരു കളറാണ് ചൂസ് ചെയ്തത്. വണ്ടിയുടെ ലുക്ക് ഇഷ്ടമായാന്ന് കമൻറ്റ് ചെയ്യുക. മാറ്റണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ മാറ്റിക്കോളാം, വേറെ സീനൊന്നുമില്ല. കേസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.